ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ ഇലിപ്പക്കുളം വാർഡ് 13-ലെ ഇന്നവേറ്റീവ് അംഗനവാടി നാടിന് സമർപ്പിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ ഉദ്ഘാടനം നിർവഹിച്ചു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ ഒരുക്കിയ ഇന്നവേറ്റീവ് അംഗൻവാടി നാടിന് സമർപ്പിച്ചു. അംഗൻവാടിക്ക് ആവശ്യമായ ഭൂമി അരീപ്പുറത്ത് മുഹമ്മദ് കുഞ്ഞിന്റെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ നൽകുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ഹാഷിറിന്റെ വികസന ഫണ്ടിൽ നിന്നുള്ള 28 ലക്ഷം രൂപയും ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ നിന്നും 3 ലക്ഷം രൂപയും വിനിയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം ഏകദേശം 951 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഉള്ളത്. കുട്ടികൾക്ക് ആനന്ദകരമായ പഠനാനുഭവം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അംഗൻവാടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇൻഡോർ ഔട്ട്ഡോർ സെൻസറി പ്ലേ ഏരിയ, പ്രകൃതി സൗഹൃദ ക്ലാസ് റൂം, മറ്റ് ആധുനിക സൗകര്യങ്ങൾ എന്നിവയോടുകൂടിയ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി കമ്മ്യൂണിറ്റി ഹാളും സജ്ജമാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള പരിവർത്തന ഘട്ടം ആനന്ദകരമാക്കുകയും പഠനവും കളിയും സമന്വയിപ്പിക്കുന്ന അനുഭവാധിഷ്ഠിത അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചിന്താശേഷിയും അന്വേഷണ മനോഭാവവും വളർത്തുകയും ചെയ്യുന്നതിലൂടെ ബാലസൗഹൃദ അംഗൻവാടി എന്ന ലക്ഷ്യമാണ് പദ്ധതി സാക്ഷാത്കരിക്കുന്നതെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു. അംഗൻവാടിയുടെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ നിർവഹിച്ചു. അവിടെ കുടുംബാംഗങ്ങളെല്ലാം അവിടെ ഭൂമി നൽകി അവിടെയാണ് ഈ അംഗനവാടി പണിത്. അപ്പോൾ അതിനുള്ള മഹാമനസ്കത കാണിച്ച ആ കുടുംബത്തോടുള്ള ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലെ വികസന കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ഒരുപാട് വ്യക്തികൾ വലിയ രൂപത്തിലുള്ള സംഭാവന ചെയ്യുന്നുണ്ട്. എന്തായാലും ശരി, ഇവിടെ ഇപ്പോൾ കുളത്ത് ഇങ്ങനെ ഒരു അംഗനവാടി പണിതുയർത്താനും ഇനി തലമുറകളായി കൊച്ചുകുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ ഉള്ള അവസരം ഒരുക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് ബ്ലോക്ക് പഞ്ചായത്ത് ആണ് അതിന് പണം അനുവദിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സൂപ്പർവിഷനിലാണ് നടന്നിട്ടുള്ളത്. ആ ബ്ലോക്ക് പഞ്ചായത്ത് സമിതിയെയും ഒക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ ഈ അംഗനവാടികൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക്, കുട്ടികൾ പ്രസവത്തോടെ മരിക്കാതിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളൊന്നാണ്. കേരളത്തിൽ മാത്രമല്ല ഇത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ സ്വാഗതം പറഞ്ഞു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സനൂജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. MS അരുൺകുമാർ MLA മുഖ്യപ്രഭാഷണം നടത്തി. G പുരുഷോത്തമൻ, നികേഷ് തമ്പി, സുരേഷ് പി മാത്യു, കെ സുമ, ആർ സുജ, എം ഹാഷിർ, ശ്യാമള ദേവി, സുരേഷ് തോമസ് നൈനാൻ, വി ചെല്ലമ്മ, കെ ശശിധരൻ നായർ, നിഷ സത്യൻ, റഹിയാനത്ത്, എസ് അജോയ് കുമാർ, ശൈലജ ഹാരിസ്, സൽമാൻ പൊന്നേറ്റിൽ എന്നിവർ സംസാരിച്ചു. CDPO ഷീബ കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.